ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു, ഇത് എന്തിനാ പഠിക്കുന്നത്, ഇത് നമ്മൾ പഠിച്ചതല്ലേ, ലൈക്കല്ലേ അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന്. ഐ ലൈക്ക് ടീ, എനിക്ക് ചായ ഇഷ്ടമാണ്. ഷീ ലൈക്സ് കോഫി, അവൾക്ക് കോഫി ഇഷ്ടമാണ്. അല്ലേ, ഇതാണ് അല്ലേ. അപ്പോ പിന്നെ ദേ ലൈക്ക് ഫ്ലവർ, അവർക്ക് പൂക്കൾ ഇഷ്ടമാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ് ലൈക്ക്, ഇഷ്ടമാണ്. സിമ്പിളായിട്ട് എനിക്കത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇത് ഇഷ്ടമാണ്, അവൾക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ പറയാൻ നമുക്ക് ലൈക്കാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എനിക്ക് പറയണം, എനിക്ക് ചായയേക്കാളും കാപ്പിയാണ് ഇഷ്ടം, എനിക്ക് പൂക്കളേക്കാളും ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം. ഇങ്ങനെ നമ്മൾ ചില ഇഷ്ടങ്ങൾ നമ്മൾ പറയും അല്ലെ, ഒന്നിനോട് കമ്പയർ ചെയ്ത് പറയും, താരതമ്യപ്പെടുത്തി പറയും. അതിന് നമ്മൾ ലൈക്ക് അല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്, അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രിഫർ ആണ്. ഓർത്തു വെക്കുക, എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പ്രിഫർ ആണ്. ഐ പ്രിഫർ ടീ ടു കോഫി. കോഫി ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആ സാധനം നമ്മൾ പ്രിഫർ കഴിഞ്ഞിട്ട് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എന്തിനോടാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ആ സാധനം രണ്ടാമത് പറയുക. അപ്പോൾ ഓർത്തിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായില്ല, അത് ഓർത്തിരിക്കുക. ഇഷ്ടമുള്ള സാധനം പ്രിഫറിന് ശേഷം പറയുക, നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ സാധനം രണ്ടാമത് പറയുക. പക്ഷെ അവിടെ എന്ത് കൊടുക്കണം? ടൂവും കൂടി കൊടുക്കണം. ശ്രദ്ധിക്കണേ, ഐ പ്രിഫർ ടീ ടു കോഫി. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ്? ടീ ആണ് എനിക്കിഷ്ടം. എന്തിനേക്കാൾ? കോഫിയേക്കാൾ. എന്തിനേക്കാൾ എന്ന് പറയാൻ നമ്മൾ അവിടെ ദാൻ ഒന്നുമല്ല അവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ സെന്റൻസ് ശ്രദ്ധിക്കുക. ഐ പ്രിഫർ ടീ ടു കോഫി. കോഫിയേക്കാൾ എനിക്കിഷ്ടം ടീ ആണ്, ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതാണ്. ആക്ച്വലി ഈ സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്? ടീ ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ പ്രിഫർ ഉപയോഗിക്കുന്നത്. ഐ പ്രിഫർ ടീ ടു കോഫി. ഈ ഒരു സെന്റൻസിൽ തന്നെ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാം. എനിക്ക് ടീ ടു കോഫി എന്നല്ലേ നമ്മൾ പറഞ്ഞു, അതായത് കാപ്പിയേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടീ ആണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വുഡ് റാദർ ഉപയോഗിക്കാൻ പറ്റും. വുഡ് റാദർ, പ്രിഫറും വുഡ് റാദറും നമ്മൾ ഉപയോഗിക്കുന്നത് ഇഷ്ടം ആണ് എന്ന് പറയാനാണ്, എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇതാണ് എന്ന് പറയാനാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സിറ്റുവേഷന് പറഞ്ഞാൽ പ്രിഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ, എല്ലായ്പ്പോഴും എനിക്ക് കോഫിയേക്കാളും ഇഷ്ടം ടീ ആണ്. ആക്ച്വലി കോഫി ഇഷ്ടം ടീ ആണ്. എല്ലായ്പ്പോഴും ഉള്ള ഒരു ഇഷ്ടം പറയാൻ നമ്മൾ പ്രിഫർ ഉപയോഗിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു ഇഷ്ടം പറയാൻ നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുന്നു. ക്ലിയർ? സംശയമുണ്ടോ? എല്ലായ്പ്പോഴുമുള്ള നമ്മുടെ ഇഷ്ടം പറയാൻ നമ്മൾ പ്രിഫർ ഉപയോഗിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ഇഷ്ടം പറയാൻ നമ്മൾ എന്തുപയോഗിക്കുന്നു? വുഡ് റാദർ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ പ്രിഫർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് നൗൺ ആണ്. പക്ഷെ വുഡ് റാദർ കഴിഞ്ഞാൽ എപ്പോഴും വേർബ് ഫസ്റ്റ് ഫോം ആണ്. തലയിലോട്ട് കയറട്ടെ. എന്താണ് പ്രിഫർ കഴിഞ്ഞാൽ? നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചത് നൗൺ ആണ്, വേർബ് ഉപയോഗിച്ച് പറഞ്ഞുതരാം. നൗൺ ആണ്. വുഡ് റാദർ കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോം തന്നെയാണ്. ഐ പ്രിഫർ ടീ എന്ന് ഞാൻ പറഞ്ഞു. ഐ വുഡ് റാദർ ടീ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം വുഡ് റാദർ കഴിഞ്ഞാൽ വേർബ് വേണമെന്ന്, വേർബിന്റെ ഫസ്റ്റ് ഫോം ബേസ് ഫോം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഐ വുഡ് റാദർ ഹാവ് ടീ. എനിക്ക് ടീ കുടിക്കാനാണ് ഇഷ്ടം. അവിടെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ്, അല്ലെങ്കിൽ ഐ വുഡ് റാദർ ഡ്രിങ്ക് ചെയ്യാനാണ്. എവിടെയെങ്കിലും ഒക്കെ ആഫ്റ്റർ ട്രാവലിംഗ് നമുക്ക് ഒരു സ്ട്രോങ് ടീയോടാണ് താല്പര്യം, അല്ലെ? എനിക്ക് അതിനോടാണ്. മട്ടത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു സ്ട്രോങ് ടീ, നല്ലോണം കടുപ്പം വേണം. അപ്പൊ അത് നമ്മൾ അപ്പോഴത്തെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. ആ ഒരു ക്ഷീണമൊക്കെ മാറാനുള്ള ഒരിഷ്ടം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? വുഡ് റാദർ വേർബ് ഫസ്റ്റ് ഫോം. ക്ലിയർ ആയോ? ഐ പ്രിഫർ ടീ ടു കോഫി എന്നാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് കോഫിയേക്കാളും എനിക്കിഷ്ടം പ്രിഫർ ആണ്. പക്ഷെ നമ്മൾ വുഡ് റാദർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പറയണം, ഐ വുഡ് റാദർ. വേർബിന്റെ ഫസ്റ്റ് ഫോം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഐ വുഡ് റാദർ ഹാവ് ടീ ദാൻ. അവിടെ നമ്മൾ ഈ ടൂവിന് പകരം നമ്മൾ അവിടെ കൊടുത്തത് എന്താണ്? ദാൻ ആണ് കൊടുക്കുക. പ്രിഫറിന്റെ കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ ടു ഉപയോഗിച്ചെങ്കിൽ
വുഡ് റാദറിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ദാൻ ആണ്. നമുക്ക് ഓർത്തുവെക്കേണ്ട കാര്യം എന്താണ്? പ്രിഫറിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ നമ്മൾ ടു ഉപയോഗിക്കുന്നു. വുഡ് റാദറിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ നമ്മൾ ദാൻ ഉപയോഗിക്കുന്നു. ഇനി വുഡ് റാദർ കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോം മാത്രമേ ഉള്ളൂ. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു പ്രിഫറിന്റെ കൂടെ നൗൺ ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചത് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് ഐ പ്രിഫർ റൈസ് ടു ബിരിയാണി. അവിടെ റൈസും ബിരിയാണി നൗൺ ആയിട്ടാണ് അല്ലെ. അപ്പൊ ഐ പ്രിഫർ. ഇനി ഷീ ആണെങ്കിലോ? ഷീ പ്രിഫേഴ്സ് എസ് വേണം, റൈസ് ടു ബിരിയാണി. ഇപ്പൊ അതൊന്ന് വുഡ് റാദർ ചേർത്ത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഐ വുഡ് റാദർ ഈറ്റ് റൈസ് ദാൻ ബിരിയാണി. അവിടെ നമ്മൾ എന്ത് ചേർത്തു? വേർബ് ചേർത്തു, ദാൻ ചേർത്തു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നൗൺ ആണ് പ്രിഫറിന്റെ കൂടെ ചേർക്കുന്നതെന്ന് പറഞ്ഞു. ഇനി വേർബും ചേർക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഐ പ്രിഫർ വേർബ് ചേർക്കണ്ടേ? ഡ്രിങ്കിങ് കോഫി ടു ടീ. ഐ പ്രിഫർ ഡ്രിങ്കിങ് ING ചേർത്തു. ഐ പ്രിഫർ റീഡിങ് ടു വാച്ചിങ് TV. വായിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം TV കാണുന്നതിനാണ് എന്നാണോ അതിന്റെ അർത്ഥം? വായിക്കുന്നതിനേക്കാളും ഐ പ്രിഫർ റീഡിങ് ടു വാച്ചിങ് TV എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം വായിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം TV കാണുന്നതിനാണോ? അല്ല, നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഐ പ്രിഫർ റീഡിങ്. റീഡിങ് ആണ് എനിക്കിഷ്ടം, എന്ത് വാച്ച് ചെയ്യുന്നത്. അത് എപ്പോഴും പറ്റുന്നതാണ്. രണ്ടാമത് പറയുന്ന കാര്യം നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ആദ്യം പറയുന്ന കാര്യം എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള. അപ്പൊ ഐ പ്രിഫർ റീഡിങ്, എനിക്ക് റീഡിങ് ആണ് ഇഷ്ടം, ടു വാച്ചിങ് TV. അവിടെ നമ്മൾ ഉപയോഗിച്ച വേർബ് എന്താണ്? ING ഫോമിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാ, ഐ പ്രിഫർ ടു റീഡിങ്. ഈ സെന്റൻസിന്റെ തെറ്റെന്താ? ടു കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോം. ഐ പ്രിഫർ ടു റീഡ്. ടു ഉപയോഗിച്ചും പറയാം. അപ്പോൾ വേർബ് ഫസ്റ്റ് ഫോം നമ്മൾ ടു, അത് നമ്മൾ ലൈക്ക് പഠിക്കുന്ന കൂടെയൊക്കെ പഠിച്ചാണ്. ടു ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേർബ് ING ഫോമിലിടുക. ബാക്കി നമ്മൾ കമ്പയർ ചെയ്ത് പറയുക. ക്ലിയർ ആയോ? സംശയമുണ്ടോ? ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രിഫർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൗൺ ആണെങ്കിൽ നൗൺ ഉപയോഗിക്കുക, കമ്പയർ ചെയ്യാൻ വേണ്ടി ടു ഉപയോഗിക്കുന്നു. വുഡ് റാദർ ആണ് എങ്കിൽ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദാൻ ഉപയോഗിക്കുക. ഇനി പ്രിഫറിന്റെ കൂടെ വേർബ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ ടു ചേർത്ത് വേർബ് ഫസ്റ്റ് ഫോം കൊടുക്കുക, അതല്ല എങ്കിൽ വേർബ് ING ഫോമിൽ കൊടുക്കുക. അപ്പൊ ഞാൻ ഒരു സെന്റൻസ് ഇപ്പൊ നിങ്ങളോട് പറയാമേ. ഞാൻ അതിന് മുമ്പേ, ഇങ്ങനെ എക്സാമ്പിൾ തരുന്നതിന് മുമ്പേ ഒരു സെന്റൻസ് ഇവിടെ എഴുതാൻ നിങ്ങൾ നോക്കൂ. ഐ പ്രിഫർ ടീ ദാൻ കോഫി. ഇത് ശരിയാണോ? ഇത്ര നേരം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ പറയൂ, ഐ പ്രിഫർ ടീ ദാൻ കോഫി. തെറ്റാണല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ പ്രിഫർ ടീ ടു കോഫി എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത്, ഐ വുഡ് റാദർ ഡ്രിങ്കിങ് കോഫി. ശരിയാണോ? തെറ്റാണല്ലേ? കാരണം എന്താണ്? ഐ വുഡ് റാദർ ഡ്രിങ്ക് കോഫി. ഡ്രിങ്ക് ആണ് നമ്മൾ പറഞ്ഞത്, ഡ്രിങ്കിങ് എന്ന ING ഫോം നമുക്കില്ല. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കോളൂ. എനിക്കിപ്പോ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. പുറത്തു പോകുന്നതിനേക്കാളും വീട്ടിൽ നിൽക്കാനാണ് എനിക്കിപ്പോ ഇഷ്ടം. ഐ പ്രിഫർ, അല്ല, ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം പുറത്തു പോകുന്നതിനേക്കാൾ. ഐ വുഡ് റാദർ, വേർബ് ഫസ്റ്റ് ഫോം, സ്റ്റേ ഹോം, കമ്പയർ ചെയ്യുക, ദാൻ വേർബ് ഗോ ഔട്ട്. ഐ വുഡ് റാദർ സ്റ്റേ ഹോം ദാൻ ഗോ ഔട്ട്. അപ്പൊ അവിടെ വുഡ് റാദർ ഉപയോഗിക്കാൻ കാര്യം എന്താ? അവിടെ പ്രിഫർ ഉപയോഗിച്ചൂടെ? അല്ല, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പൊതുവേ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. ഐ പ്രിഫർ സ്റ്റേ, അല്ലെ? അപ്പോ ഇപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്ന് പറയാൻ ഐ വുഡ് റാദർ, അല്ലെങ്കിൽ അവൾക്കാണെങ്കിൽ ഷീ വുഡ്, അവനാണെങ്കിൽ ഹി വുഡ് റാദർ. സബ്ജക്റ്റ് മാറ്റി ഉപയോഗിച്ചോളുക. ഇനി
എനിക്ക് എല്ലായ്പ്പോഴും അങ്ങനെയാണ് ഇഷ്ടമെന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രിഫർ ഉപയോഗിച്ചോളുക. അപ്പോൾ സബ്ജക്റ്റ് മാറ്റിയാണെങ്കിൽ ഷീ ആണെങ്കിൽ പ്രിഫേഴ്സ് എന്ന് വരും, ഹി ആണെങ്കിൽ എസ് ചേർക്കുക. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ 1-2 സെന്റൻസുകൾ ഞാൻ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾ അതിന്റെ വ്യത്യാസം അനുസരിച്ച് വുഡ് റാദർ ആണോ പ്രിഫർ ആണോ ഉപയോഗിക്കേണ്ടത് നോക്കുക. ഇനി വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് അത് ഇഷ്ടമാണ്, ഒന്നിനോട് കമ്പയർ ഒന്നും ചെയ്യുന്നില്ല, കമ്പയർ ഒന്നും ചെയ്യാതെ നമുക്ക് ഇഷ്ടമാണെന്ന് പറയാനാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? ലൈക്ക് ഉപയോഗിക്കണം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായോ? ഇത് നമ്മൾ എപ്പോഴും സെന്റൻസുകളിൽ ഉപയോഗിക്കുന്ന കാര്യമല്ലേ. ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തം കിട്ടും അല്ലേ. അപ്പൊ ഈ സാധനങ്ങൾ, ഈ 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, ഏതൊക്കെയാണ്? പ്രിഫർ, വുഡ് റാദർ ഉപയോഗിച്ചിട്ട് ഇന്ന് തന്നെ നിങ്ങൾ 2-3-4 സെന്റൻസ് എങ്കിലും സംസാരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്നും പറയുന്ന പോലെയാണ്, സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ക്ലാസ്, അതും ലൈവായി തന്നെ കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഇപ്പോൾ ഇവിടെ തരുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷ് ഇങ്ങനെ കുറേ കേട്ടാൽ നമ്മൾ ഗ്രാമർ പഠിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 20 വേർഡ്സ് എഴുതിയതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ്, മാന്യമായൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. വേർഡ്സിൻ്റെ ആണോ സെൻറ്റൻസിൻ്റെ ആണോ ഞാൻ ഓർക്കുന്നില്ല. ഇത്രയും സെൻറ്റൻസ് കാണാതെ പഠിച്ചാലോ അല്ലെങ്കിൽ വാക്കുകൾ കാണാതെ പഠിച്ചാലോ ഒന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല, കുറച്ച് ഗ്രാമർ അറിയണം, പ്രാക്ടീസ് ചെയ്യണം. ആ വ്യക്തി പറഞ്ഞത് സത്യമാണ്. ഞാൻ തരുന്ന വാക്കുകൾ പഠിച്ചുകൊണ്ടോ സെൻറ്റൻസുകൾ പഠിച്ചതുകൊണ്ടോ കുറേ ഗ്രാമർ പഠിച്ചതുകൊണ്ടോ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ചു തന്നെ പഠിക്കണം. ഞാൻ തന്ന 20 വാക്കൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, ഞാൻ പറഞ്ഞ സെൻറ്റൻസുകളൊന്നും ആയിരിക്കില്ല. അതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പഠിച്ചു വെച്ച ഗ്രാമറും പഠിച്ചു വെച്ച വോക്കാബുലറി, പഠിച്ചു വെച്ച സെന്റൻസുകൾ എല്ലാം നമ്മൾ നമ്മുടെ സ്പീക്കിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അവിടെ നമ്മൾ അത് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെന്റൻസിന്റെ ഒരു ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഇതാ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.